കോഴിക്കോട് നരിക്കുനിയിൽ അഭിഭാഷകനെ സിപിഐഎം പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. പോലീസിൽ പരാതി നൽകാൻ വയോധിക ദമ്പതിമാരെ സഹായിച്ചതിനാണ് മർദ്ദിച്ചതെന്ന് നരിക്കുനി സ്വദേശി അഡ്വക്കേറ്റ് ആസിഫ് റഹ്മാൻ ആരോപിക്കുന്നു. എന്നാൽ പ്രദേശത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണമെന്നും ആസിഫിന്റെ നേതൃത്വത്തിലാണ് അക്രമം നടത്തിയതെന്ന് പ്രാദേശിക സിപിഐഎം നേതൃത്വവും വ്യക്തമാക്കുന്നുണ്ട്. സിപിഐഎം പ്രവർത്തകരുടെ അധിക്ഷേപത്തിനിരയായ വയോധികയെ പരാതി നൽകാൻ സഹായിച്ചതിന് സിപിഐഎം പ്രവർത്തകർ തന്നെ മർദ്ദിച്ചെന്നാണ് അഭിഭാഷകൻ ആരോപിക്കുന്നത്. അയൽവാസിയുമായി ബന്ധപ്പെട്ട വഴിത്തർക്കം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചതിനാണ് ഇതെന്നും അഭിഭാഷകനായ ആസിഫ് പറയുന്നു. ഇന്നലെ രാത്രി ആസിഫ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങും വഴി 10ഓളം ആളുകൾ ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു 9 മണിക്ക് ശേഷം പോകുന്ന സമയത്ത് ഒരു 10ഓളം വരുന്ന ആളുകൾ സിപിഎമ്മിൻ്റെ ആളുകളാണ് സംഘടിച്ച് വരികയും എന്നെ അടിച്ച് ഇറക്കിയിലാക്കുകയും നിക്കട്ടമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മാരിയലിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഫ്രാക്ചറുണ്ട്. അതുപോലെ നെറ്റിലും ചെറിയ പൊട്ടലുണ്ട്. ഈ സൈറ്റുകളൊക്കെ ഉണ്ടാക്കിയ ആളുകൾ ഞാൻ ഈ പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കാനുള്ള ഒരു പരാതി തയ്യാറാക്കി കൊടുത്തതിൻ്റെ പേരിലാണ് എന്നെ ഈ രൂപത്തിലേക്ക് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പരിക്കേറ്റ ആസിഫ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ ആസിഫിന്റെ ആരോപണം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് സിപിഐഎം പ്രാദേശിക നേതൃത്വം. വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിച്ചതാണ്. പ്രദേശത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗം സമസ്ത പ്രവർത്തകർ തമ്മിൽ നിലനിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായി ആസിഫ് ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ തനിക്ക് പരിക്കേറ്റതായും സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി BP.K. റിയാസ് വ്യക്തമാക്കി. പോലീസുകാർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ കേസുകളൊക്കെ അങ്ങനെ ഒഴിവാക്കിയത്. അപ്പോൾ ആ കേസും പിന്നീട് വേറെ നിരവധി കേസുകൾ അതിൻ്റെ പുറത്തിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഞാനിങ്ങനെ പീടികയിൽ ഇരിക്കുന്ന ടൈമിന് എൻ്റെ അടുത്ത് വന്നിട്ട് ഇവർ 3 ആൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാണ്, ഇനി ഭരണിയാർ ഭാഗത്തുനിന്ന് പറശ്ശേരിക്കൊന്നും കളിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഞങ്ങളുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം. ആ ഒരു രീതി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരാൾ കത്തി പിടിച്ച് ഇതാക്കി. അപ്പോൾ കത്തിയുണ്ട് കയ്യിൽ, കത്തി ഇവിടെ ചെറുങ്ങനെ വാങ്ങിട്ടേ ഉള്ളൂ. ഞാൻ കൈ ഇങ്ങനെ വെച്ചേരോ. അപ്പോൾ പിന്നെ കാലിക്ക് ചവിട്ടി, അല്ലെങ്കിൽ നിലത്ത് തള്ളിയിട്ട് ആ രീതിയിൽ എന്താണ് സംഭവിച്ചത്. ഒരു കഴുത്തിൽ എന്തോ സാധനമായിട്ട് കുടിക്കുകയൊക്കെ ചെയ്തു. നേരത്തെ സിപിഐഎം പ്രവർത്തകനായിരുന്ന അഡ്വക്കേറ്റ് ആസിഫ് പാർട്ടി വിട്ടിരുന്നു. സംഭവത്തിൽ കൊടുവള്ളി പോലീസ് അന്വേഷണം തുടങ്ങി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.